അന്തരിച്ച മിമിക്രി താരം കൊല്ലം സുധിയുടെ ഭാര്യ എന്ന നിലയിൽ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടിയ രേണുസുധിക്ക് ഇപ്പോൾ ആരാധകരേറെയാണ്. രേണു എന്തു ചെയ്താലും അത് മില്യൺ കണക്കിന് വ്യൂ, വലിയ രീതിയിൽ റീച്ചും കിട്ടും. നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ലഭിക്കുന്നതെന്ന് അറിയാമെങ്കിലും അതൊരു വരുമാന മാർഗമായിട്ടാണ് രേണു ഉപയോഗിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമെന്ന ലേബൽ തന്നെയാണ് രേണുവിനെ ബിഗ് ബോസ് മലയാളം സീസൺ 7ലേക്കും എത്തിച്ചത്. ബിഗ് ബോസ് അവസാനിച്ചതിന് പിന്നാലെ ഉദ്ഘാടനങ്ങളും ഷോകളും ഒക്കെയായി വീണ്ടും തിരക്കിലാണ് രേണു. വിദേശ രാജ്യങ്ങളിലെ യാത്രയും ഫോട്ടോഷൂട്ടുമെല്ലാമായി തിരക്കിലാണ് രേണുസുധി ഇന്ന്. ഒപ്പം അഭിനയത്തിലും സജീവമാണ്. ഒരു കാലത്ത് തൻ്റെ രൂപത്തിൻ്റെ പേരിലും മറ്റും രേണു വലിയ വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. വിമർശകരുടെ എല്ലാം വായടപ്പിച്ചാണ് രേണുവിൻ്റെ ഇപ്പോഴത്തെ വളർച്ച. വിവാഹത്തെക്കുറിച്ചും അബോർഷനെക്കുറിച്ചുമൊക്കെയുള്ള വിമർശനങ്ങളായിരുന്നു ഇടക്കാലത്ത് ഉയർന്നു വന്നത്. ഇപ്പോഴിതാ വിവാദങ്ങളെക്കുറിച്ച് പ്രതികരിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് രേണു. പെണ്ണായാൽ പ്രഗ്നൻ്റാവുമെന്നാണ് പറഞ്ഞത്. പെണ്ണുങ്ങളാണല്ലോ പ്രഗ്നൻ്റാവുന്നത്, അത് പെണ്ണായാൽ അബോർഷനൊക്കെയുണ്ടാവും എന്നാക്കിയതാ. ഞാനങ്ങനെയല്ല പറഞ്ഞത്, ക്യാപ്ഷൻ്റെ കുഴപ്പമാണ്. ഞാനങ്ങനെ പറഞ്ഞിട്ടേയില്ല എന്നാണ് രേണു പറയുന്നത്. ഞാനങ്ങനെ പറയുമോ? ഓർമ്മയല്ലേ ഞാനും. ഋതപ്പനുണ്ടാവുന്നതിന് മുമ്പ് തനിക്ക് സംഭവിച്ച അബോർഷനെക്കുറിച്ചും രേണു സംസാരിച്ചു. ഋതപ്പനുണ്ടാവുന്നതിനും 6 മാസം മുന്നേ എനിക്കൊരു അബോർഷൻ സംഭവിച്ചിരുന്നു. ഹാർട്ട് ബീറ്റില്ലായിരുന്നു കുഞ്ഞിന്. കുഞ്ഞ് വയറ്റിൽ കിടന്ന് മരിച്ചു. സുധിച്ചേട്ടനും കിച്ചുവുമൊക്കെ അന്ന് പൊട്ടിക്കരയുകയായിരുന്നു. തിരുവല്ലയിലെ ഒരു ആശുപത്രിയിലായിരുന്നു ഞങ്ങൾ പോയത്. ആശുപത്രിയുടെ പേര് ഞാൻ പറയുന്നില്ല. ലക്ഷ്മിപ്രിയ ചേച്ചിയൊക്കെ അന്നെന്നെ വിളിച്ച് ആശ്വസിപ്പിച്ചു. സുധിച്ചേട്ടൻ ടമാർപടാർ ചെയ്യുന്ന സമയമാണ്. മാനസികമായി ഞാൻ ഒരുപാട് തളർന്നുപോയ സമയമായിരുന്നു അത്. എനിക്കും ദോഷം വരുന്നതുകൊണ്ടാണ് അന്നങ്ങനെ ചെയ്തത്. അതിനുശേഷമാണ് ഋതപ്പൻ ഉണ്ടായത്. അതിന് എന്തൊക്കെ തെറ്റിദ്ധരിപ്പിച്ചാണ് കമൻറ്റുകൾ വരുന്നത്. ജീവിതത്തിൽ അങ്ങനെയൊരു കാര്യമുണ്ടായി. അതേക്കുറിച്ച് പ്രതികരിക്കാൻ എനിക്ക് സൗകര്യമില്ല. മറ്റേ പുള്ളിക്കാരി പറഞ്ഞതിൽ നീ എന്താണ് പ്രതികരിക്കാത്തതെന്ന് കുറേ പേർ ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തിന് പ്രതികരിക്കണം? എൻ്റെ മൂത്ത മകനും എൻ്റെ വീട്ടുകാരും സുധിച്ചേട്ടൻ്റെ വീട്ടുകാരും എനിക്കൊപ്പമുണ്ട്. പിന്നെ ഞാൻ എന്തിന് ആരെ പേടിക്കണം? 22 വയസ്സുകാരനെ വെളിപ്പെടുത്താൻ എനിക്ക് സൗകര്യമില്ല. അവൾ അങ്ങനെയല്ലേ പറയുന്നത്. കുറേ നാളായി ഞാൻ എന്താണ് പ്രതികരിക്കാത്തത് എന്ന് ചോദ്യം കേൾക്കുന്നു. എനിക്ക് സൗകര്യമില്ല അതേക്കുറിച്ച് പറയാൻ. കൊണ്ടുപോയി കേസ് കൊടുക്ക്. ഒറ്റയ്ക്ക് താമസിക്കുന്നൊരാൾ അനുഭവിക്കുന്നതിൻ്റെ മാക്സിമം ഞാൻ അനുഭവിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരുത്തി റീച്ചിന് വേണ്ടി എന്തെങ്കിലും വിളിച്ച് പറയുന്നു. അത് വളച്ചൊടിക്കാൻ വേറെ കുറേ ആൾക്കാരും. എനിക്ക് അതിലൊന്നും പ്രതികരിക്കാൻ സമയമില്ല. പേടിച്ചിട്ടൊന്നുമല്ല. പെണ്ണായാൽ അങ്ങനെയൊക്കെ ആവും, അത്രയേ എനിക്ക് പറയാനുള്ളൂ. ഇവരാരും ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വരുന്നുണ്ടോ? എൻ്റെ വായിൽ നിന്നും എന്തെങ്കിലും കേൾക്കാൻ നോക്കിയിരിക്കുകയാണ്. പെണ്ണായാൽ അങ്ങനെയൊക്കെയാവും എന്നും രേണു പറഞ്ഞു.